ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചിക്കൻ സ്റ്റൂ എങ്ങനെ റെഡിയാക്കാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. വെള്ളയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞങ്ങളുടെ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇതുവരെ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളത് പോയി നോക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇൻഗ്രീഡിയൻസിൻ്റെ വിശദമായ വിവരങ്ങൾ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ഫോളോ ചെയ്യാനായി സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായി തുടങ്ങാം. അതിനാദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും നല്ലത്. ഇതൊരു 20 ഗ്രാം കാഷ്നട്ടാണ്. ഇതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. കാഷ്നട്ടിൻ്റെ പേസ്റ്റ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് ഒരു തേങ്ങയാണിത്. ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണമെങ്കിൽ ഒരു തോർത്തിലോട്ടോ അരിപ്പയിലോട്ടോ മാറ്റി ഇതിൻ്റെ പാല് നമുക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് അവസാനം അത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ ഇതുപോലെ ഒരു കുക്കർ എടുത്തേക്കുന്നത്. ആ കുക്കറിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി അതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 ഏലക്ക, 2 ഗ്രാമ്പു, 4 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ടയാണിത്. അതിനകത്ത് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണിത്. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്. ഒരു 2 എരിവുള്ള പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില ഇതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 മീഡിയം ക്യാരറ്റാണിത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ 2 മീഡിയം പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പച്ചക്കറി എല്ലാം വാടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് ഇളക്കി കൊടുത്തായിരുന്നു. നമുക്കിനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്താണ്. അപ്പോൾ ലേശം ഉപ്പ് ചേർത്താൽ മതി. നല്ലപോലെ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. കുരുമുളക് പൊടിയുടെ അളവൊക്കെ കുറച്ച് ചേർക്കണമെങ്കിൽ കുറച്ച് ചേർക്കാം. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ അടച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ടോ വേറെ ഏതെങ്കിലും പാനിലോട്ട് മാറ്റാം.
ചിക്കനൊക്കെ ഞാൻ ഇതുപോലൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ചിരിക്കുന്ന തേങ്ങ ആയതുകൊണ്ട് പിരിഞ്ഞു പോകുന്നുള്ള ടെൻഷൻ വേണ്ട. ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് അരച്ച് ചേർക്കുമ്പോൾ കറി നല്ല തിക്കാവും കുറച്ച് കഴിയുമ്പോൾ. അതിനാണ് നമ്മൾ കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് അരച്ച് ചേർക്കുന്നത്. ചിക്കൻ സ്റ്റൂടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മേളിൽ കൂടെ തൂക്കി കൊടുക്കാം. ഒരു നുള്ളു ഗരം മസാലയും കൂടെ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.